തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തങ്കച്ചൻ, ഈ കെ എം ഷാജി എന്ന ലീഗ് നേതാവിൻ്റെ ഈ ആരോപണത്തെ ശ്രീ തങ്കച്ചൻ എങ്ങനെയാണ് കാണുന്നത്? 100% സാർ ഞാനത് അംഗീകരിക്കുകയാണ്. കാരണം ഞാനൊരു പഴയ ഒരു സിപിഎം പ്രവർത്തകനാണ്. പിന്നെ പാർട്ടി വിട്ടോ? ഇപ്പൊ പാർട്ടി വിട്ടോ? ഇല്ല, 90 കൊണ്ട് ഞാൻ പാർട്ടി വിട്ട ആളാണ്. ഞാനിപ്പോ 58 വയസ്സുള്ള ആളാണ്. 90 കൊണ്ട് പാർട്ടി വിട്ട ആളാണ്. അത് ശരി. അപ്പൊ എന്റെ അനുഭവമാണ് ഈ പറയുന്നത്. എന്നെ ഇങ്ങനെ ഇവര് പലരും പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച ആളാണ് എന്നെ. തങ്കച്ചനെയും കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ വന്നപ്പോൾ ഞാൻ പാർട്ടി കമ്മിറ്റിയിൽ പല സന്ദർഭങ്ങളിലും ഞാൻ ഈ പാർട്ടിയുടെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, തെറ്റുകൾ അങ്ങനെ കാണിച്ച സമയത്ത് എന്നെ പാർട്ടിയിൽ ഒരു കുറെ കാലം വെച്ചിട്ട് പിന്നെ തന്ത്രപരമായി എന്നെ പാർട്ടിയിൽ ഒഴിവാക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ഒരാളാണ്. 12/12/2090 എന്നെ ശ്രമിച്ചവരാണ് 10-12 പേര് കൂടി. എന്റെ സ്വന്തം അനുഭവം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജനിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടാകാൻ കഴിയില്ലേ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ശ്രീ തങ്കച്ചനെ അപ്പോൾ ഈ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന കാരണം കൊണ്ടാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് താങ്കളുടെ ആരോപണം, അല്ലേ? അത് ശരി. പിന്നെ എങ്ങനെ അതിൽ നിന്ന് അവസാനം രക്ഷപ്പെട്ടു? എന്ത്, പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോയോ? ഇല്ല, ഇപ്പൊ ഞാൻ വേറെ പൊതുപ്രവർത്തനമൊന്നുമില്ല. മറ്റുള്ള പണികളൊക്കെ ഞാനിത് CH തൊഴിലാളിയായിരുന്നു. ശരി. അപ്പൊ ഞാൻ അവിടുന്ന് മാറി ഇപ്പൊ ഞാൻ CH തൊഴിലാളി. ഞാനിപ്പം മറ്റുള്ള പണികൾ ചെയ്ത് ജീവിക്കും. ഇപ്പൊ എനിക്ക് കുടുംബമുണ്ട്. പാർട്ടി കഴിച്ചാൽ പിന്നെ എനിക്കിങ്ങനെ ഉപദ്രവങ്ങൾ പേടിച്ചിട്ട് ഞാൻ പിന്നെ അതിന് പോകുന്നില്ല. ഏതായാലും ശ്രീ തങ്കച്ചൻ്റെ ഈ അനുഭവം പാർട്ടി നേതൃത്വം ഒന്ന് കേട്ട് അതിലെ സത്യാവസ്ഥ എന്തെന്ന് വിശദീകരിക്കാൻ കൂടി അവർക്കൊരു ബാധ്യസ്ഥതയുണ്ട്. കാരണം താങ്കളിത് ഒരു പൊതുവേദിയിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ നന്ദി. അവിടെ നിന്ന് വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതികരണം അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.